بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. ബഹുമാന്യ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും മർഹമത്തും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഈ വയസ്സിനിടയിൽ എത്രയോ മരണാനന്തര ചടങ്ങുകളിൽ നാം പങ്കെടുത്തിട്ടുണ്ടാകും. ചില മയ്യത്തുകൾ നാം കുളിപ്പിച്ചിട്ടുണ്ടാകും, കഫൻ ചെയ്തിട്ടുണ്ടാകും, ധാരാളം മയ്യത്ത് നമസ്കാരങ്ങൾ നാം നടത്തിയിട്ടുണ്ടാകും. എത്രയോ മരണവാർത്തകൾ നാം ഷെയർ ചെയ്തിട്ടുണ്ടാകും. സത്യത്തിൽ ഈ ഓരോ മരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ഇന്ന ആള് മരിച്ചു, ഒരു ദിവസം നീയും മരിക്കും എന്ന് നമ്മെ ഓരോരുത്തരെയും സത്യത്തെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മരണമില്ലാത്ത മറ്റൊരു ലോകം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് മരണവാർത്തകൾ നാം കേൾക്കാറുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു വീടുണ്ടാക്കണം എന്നത് ഒരു ചെറുപ്പക്കാരനായ ആൾ വലിയ ആഗ്രഹമാണ്. അതിനു വേണ്ട സമ്പത്ത് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്വരുക്കൂട്ടുന്നു. അങ്ങനെ ആ സമ്പത്ത് ആയി, അല്ലെങ്കിൽ അതിനു വേണ്ട തയ്യാറെടുപ്പുകളായി വീട് പണി തുടങ്ങുന്നു. വീട് പണിയായി, വീട് പണി പൂർത്തിയായി വീട്ടിൽ താമസമാക്കേണ്ട ആ സമയമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാളുടെ വീട് താമസമാക്കാൻ ഉദ്ദേശിച്ചതാണ്. മരണമില്ലാത്തൊരു ലോകം അല്ലാഹു പടച്ചിട്ടുണ്ട്. ഈ ലോകത്തെ സംവിധാനം അങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മകന്റെയോ മകളുടെയോ ഒക്കെ കല്യാണം നിശ്ചയിച്ചു.
ആ നിശ്ചയിച്ച് കല്യാണത്തിന്റെ തലേ ദിവസം ഉമ്മ മരിച്ച വാർത്ത നാം കേട്ടിട്ടുണ്ട്, ഉപ്പ മരിച്ച വാർത്ത നാം കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വിവാഹമൊക്കെ നിശ്ചയിച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസമോ ഒക്കെ കഴിഞ്ഞാൽ വിവാഹിതരാകാൻ പോകുന്ന ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ചില വാഹനാപകടത്തിലൊക്കെ പെട്ട് മരിക്കുന്നത് നാം കേൾക്കാറും കാണാറുമൊക്കെയുണ്ട്. ഇങ്ങനെയാണ് ഈ ലോകത്തൊരു അവസ്ഥ. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനൊരു മരണമില്ലാത്തൊരു ലോകം അല്ലാഹു അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ബോധം നമുക്കുണ്ടാകണം. ഇനി ചില മരണവാർത്തകൾ നമ്മളെ ഏറെ ചിന്തിപ്പിക്കും. അപ്രതീക്ഷിതം. വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിറങ്ങിയ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചു പോകുന്നില്ല എന്ന് മാത്രമല്ല, വഴിയിൽ അപകടത്തിൽപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആ മയ്യിത്താണ് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചില ആളുകൾ കുറെ കാലം അസുഖമായി കുറെ ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ അസുഖമായി കിടന്ന് അങ്ങനെ മരണപ്പെടുന്നവരുണ്ട്. ബഹുമാന്യ വിശ്വാസികളെ, എന്തെങ്കിലുമൊക്കെ ഒരു കാരണമായി ഒരു ദിവസം നമ്മളും മരണപ്പെടേണ്ടതാണ്. അതിന് രക്ഷപ്പെടാൻ കഴിയില്ല, മരണപ്പെടും. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എത്രയോ മരണവാർത്തകൾ പലർക്കുമായി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയോ വ്യക്തികൾക്ക് നാം ആ മരണവാർത്ത അറിയിച്ചിട്ടുണ്ടല്ലോ, അവരെ അറിയിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ എത്രയോ ഗ്രൂപ്പുകളിൽ നാം അത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ മരണവാർത്ത ഒരിക്കൽ ആളുകൾ, നമ്മുടെ ഇഷ്ടജനങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പോയേ പറ്റൂ. ഇവിടെയാണ് നമ്മൾ എന്ന് പോയാലും എവിടെ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞാലും എന്താണ് മരണാനന്തരം നാം ബാക്കിയാക്കുന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. എങ്ങനെ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും നാം എന്ത് ബാക്കിയാക്കുന്നുണ്ട് ആ മരണത്തിലൂടെ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. സൂറത്തുൽ ഹശ്റിലെ 18-ാമത്തെ ആയത്ത് നമുക്കേറെ പരിചിതമായ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറഞ്ഞാൽ പരലോകമാണ് ഉദ്ദേശം. മലയാളത്തിലും ആ ഒരു പ്രയോഗമുണ്ടല്ലോ, നാളെ പരലോകത്ത് നിന്ന് നമ്മൾ പറയാം. അതിന്റെ അർത്ഥം ഇന്ന് ചൊവ്വാഴ്ച നാളെ ബുധനാഴ്ച എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. അത് ഭാവി വരാനിരിക്കുന്ന ലോകം എന്ന അർത്ഥത്തിലാണ്. ഓരോ നഫ്സും വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നോക്കണം, ആലോചിക്കണം. മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന്. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആദ്യം പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ശേഷം പറയുന്നത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു ഖബീറാണ്, വളരെ സൂക്ഷ്മമായി. ഖബീർ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി, വളരെ കൃത്യമായി അറിയുന്നവനാണ് എന്ന്. ഏകദേശം ധാരണ അല്ല, വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ട ഗൗരവകരമായ ഒരു ആലോചനയാണ് എന്തൊരുക്കിയിട്ടുണ്ട് നാം. നമ്മളിപ്പോ ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് എന്താ ബാക്കി ഉണ്ടാകുക? ഞാനിപ്പോ മരിച്ചാൽ എനിക്ക് എന്ത് ബാക്കി ഉണ്ടാവും?
നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, മറ്റു ഡെപ്പോസിറ്റുകളല്ല, മറ്റ് വാങ്ങിയിട്ട ഭൂമിയോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല. പരലോകത്തേക്ക് നമുക്ക് എന്ത് ബാക്കിയുണ്ടാകും എന്നൊരു ആലോചന ബഹുമാന്യ വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 281 ആയത്ത് അല്ലാഹ് പറയുന്നുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ, പേടിക്കണം, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം, തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന യൗമുൽ ഖിയാമയാണ്. ആ ദിവസത്തെ നിങ്ങൾ പേടിക്കണം. ആ ദിവസത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ثم توفى كل نفس ما كسبت, ഓരോരുത്തരും അവനവൻ സമ്പാദിച്ചത്, അവനവൻ പ്രവർത്തിച്ചതിന് പൂർണ്ണമായ ഫലം നൽകപ്പെടും. ശ്രദ്ധിക്കണം, ആ പ്രയോഗം റബ്ബിന്റെ പ്രയോഗമല്ലേ, റബ്ബിന്റെ കലാമല്ലേ. എന്താ പറഞ്ഞത്? ثم توفى كل نفس ما كسبت, ഓരോ നഫ്സും പൂർണ്ണമായി അവർക്ക് നൽകപ്പെടും എന്നാണ്. എന്താണോ അധ്വാനിച്ചത് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകും. ഈ ലോകത്ത് അതിന് സംവിധാനമില്ല. ഈ ലോകത്ത് ഒരാൾ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരാൾ വേറൊരാളെ കൊന്നു, അയാൾക്കെതിരെ എടുക്കാവുന്ന വലിയ ശിക്ഷ ഏത് ലോകത്തെ കോടതി നിയമ സംവിധാനങ്ങൾ വെച്ച് നോക്കിയാലും അയാളെ കൊല്ലാം ഒരു വട്ടം, അത്രല്ലേ കഴിയുള്ളൂ. ഈ മനുഷ്യ 10-100 ആളുകളെ നിഷ്ഠൂരമായി കൊന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെതിരെയും ലോകത്തെ ഏത് കോടതിക്ക് എടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താ? മാക്സിമം അയാളെ കൊല്ലാം. ഒരാളെ കൊന്ന ആളെയും ഒരു വട്ടം കൊല്ലാം, 100 ആളെ കൊന്ന ആളെയും ഒരു വട്ടം കൊല്ലാം. എന്തോ ഒരു നീതിയുടെ പ്രശ്നം തോന്നുന്നില്ല ഇവിടെ. പരലോകത്ത് അല്ലാഹു തആല പറയാണ്, ثم توفى كل نفس ما كسبت, ഓരോരുത്തരും ചെയ്തതിനുള്ള, അധ്വാനിച്ചതിനുള്ള ഫലം പൂർണ്ണമായി നൽകപ്പെടും. ശേഷം അല്ലാഹു പറയാണ്, വഹും ലാ യുദ്ലമൂൻ, അവരക്രമിക്കപ്പെടില്ല, ഒരു തരിമ്പും അക്രമിക്കപ്പെടില്ല എന്നാണ്. അവരക്രമിക്കപ്പെടില്ല അവിടെ പരലോകത്ത്. അതായത് നമുക്ക് നാം ചെയ്ത നന്മയുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് തരാതെ നമ്മോട് ദുൽമ് ചെയ്യൂല. അതേപോലെ നാം ചെയ്യാത്ത തിന്മ നമ്മുടെ മേൽ വെച്ച് കെട്ടിയിട്ട് അങ്ങനെയും അല്ലാഹു ദുൽമ് ചെയ്യൂല. എന്നാൽ വേറെ ചില കേസുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മനുഷ്യരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട്, മറ്റു സംസാരം, അങ്ങനെ തുടങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വേറൊരാളെ നമ്മൾ ദ്രോഹിച്ചു, എന്നിട്ടത് സോറി പറഞ്ഞ് ക്ലിയറാക്കാതെ, അല്ലെങ്കിൽ അയാളെ സമ്പത്ത് എടുത്തതാണെങ്കിൽ തിരിച്ചു കൊടുക്കാതെ, അങ്ങനെ അത് ഇവിടുന്ന് ക്ലിയറാക്കാതെ മരിച്ചുപോയാൽ പരലോകത്ത് നമ്മുടെ നന്മ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അയാളുടെ തിന്മ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് വരും. അതെന്താണ്? അതൊരു ശിക്ഷയുടെ രീതിയാണ്. അയാൾക്ക് നീതി കൊടുക്കുന്നതിന്റെ ഭാഗമാണ്. അത് ദുൽമല്ല, അതാണ് നീതി. ഇവിടെ പറഞ്ഞത്, നാം ചെയ്യാത്തൊരു തിന്മ നമ്മുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ടൊരു ദുൽമ നമ്മോട് ചെയ്യൂല. നാം ചെയ്ത നന്മയുടെ പ്രതിഫലം കുറച്ചുകൊണ്ട് അല്ലാഹു ചെയ്യൂല, ഒരു ദുൽമ നമ്മോട് ചെയ്യൂല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കുറെ നന്മകളായിരിക്കണം നമ്മൾ ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് പരലോകത്ത് ലഭിക്കുകയും ചെയ്യും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രണ്ട് സ്ഥലത്ത് പറയുന്ന, സൂറത്തു മറിയമിലും സൂറത്തുൽ കഹ്ഫിലും പറയുന്ന കാര്യങ്ങൾ. സൂറത്തു മറിയമിലെ 76-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറും മറദ്ദാ. വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം സ്വീകരിച്ച ആളുകൾക്ക് ഹുദ വർദ്ധിപ്പിക്കും. ആ നന്മയിൽ വീണ്ടും വീണ്ടും മുന്നേറാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഹുദ അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ,
വൽ ബാഖിയാത്ത്, ബാഖിയാത്ത് എന്നാൽ അവശേഷിക്കുന്നവ എന്നാണ്, ബാക്കിയാകുന്നവ. അസ്വാലിഹാത്ത് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ബാക്കിയാകുന്ന അവശേഷിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, നിന്റെ റബ്ബിന്റെ അരികിൽ പ്രതിഫലം എന്ന നിലയ്ക്ക് ഏറ്റവും നല്ലത് അതാണ്. വഖൈറും മറദ്ദ, ഏറ്റവും നല്ല മടക്കസ്ഥാനം അതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും നല്ല മടക്കവും അതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ അതാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും ഖൈറായ നല്ല പ്രതിഫലമായിട്ട് നമുക്കുണ്ടാവുക. ഇത് സൂറത്തു മറിയമിലെ 76-ാമത്തെ ആയത്താണ്. ഇതേ ആശയം സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിലും പറയുന്നു. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തെ ഇഹലോക ജീവിതത്തിലെ സീനത്താണ്, അലങ്കാരമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ്. എന്നാൽ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. വൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല ബാക്കിയാകുന്ന ആ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, നിന്റെ റബ്ബിന്റെ അരികിൽ സവാബ് പ്രതിഫലം എന്ന നിലയ്ക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഈ പറഞ്ഞ നല്ല നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. വഖൈറുൻ അമല, ഏറ്റവും നല്ല പ്രതീക്ഷ വകയുള്ളതും ഇതാണ്. ഏത്? അൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, നല്ല നല്ല എന്നെന്നും നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾ ആലോചിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പരലോകത്ത് നമുക്ക് ബാക്കിയാകുന്നത്. ഈ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 6-7 കാര്യങ്ങൾ, ഒരു 7 കാര്യങ്ങൾ അത് നമ്മുടെ അമല് നമ്മൾ പരലോകത്ത് അവിടെ ബാക്കിയായി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളിവിടെ മറ്റൊരാളുമായി ബന്ധപ്പെട്ട ദുൽമ് ചെയ്യാതിരിക്കുക എന്നതാണ്. നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നോമ്പെടുക്കുക, നമ്മൾ സക്കാത്തും സ്വതക്കയും ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തു വിചാരിച്ചോളൂ. ഇതോടൊപ്പം ഒരു മനുഷ്യൻ പരലോകത്തെത്തുമ്പോ വേറെ മനുഷ്യരുമായി തീർക്കേണ്ട കേസുണ്ടെങ്കിൽ, ഒരാളൊരു കാര്യമില്ലാതെ നമ്മൾ ചീത്തറിഞ്ഞു, അതല്ലെങ്കിൽ ഒരാളെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തു, അതല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് അന്യായമായിട്ട് വേദനിപ്പിച്ചു, നമ്മൾ ആലോചിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാ കുറെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്, ഇങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ പാടായിട്ട് പരലോകത്തെത്തേണ്ടെന്ന അവസ്ഥ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തദ്റൂന, അവിടുന്ന് ചോദിച്ചു, അത്തദ്റൂന മൽ മുഫ്ലിസ്, ഈ മുഫ്ലിസ് ആരാ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പറായവൻ, ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഒരു ബിസിനസ്സിന് ഒരാൾ മുടക്കിയതായിരിക്കും. എന്നിട്ടങ്ങാനും പൊട്ടിപ്പോയാൽ അയാളെ പറ്റി ആൾക്കാർ പറയും, വല്ലാത്ത മനുഷ്യൻ, കുറെ മുതലിറക്കി പക്ഷെ പാപ്പറായി പോയല്ലോ എന്ന് പറയും. ഇതാണ് പാപ്പറാവുക എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അത്തദ്റൂന മൽ മുഫ്ലിസ്, എന്താണ്, ആരാണ് ഈ മുഫ്ലിസ്, നിങ്ങൾക്ക് അറിയോ? അപ്പൊ സ്വഹാബത്തിന്റെ മറുപടി, റസൂലെ, അൽ മുഫ്ലിസു ഫീന മല്ലാ ദിർഹമ ലഹു വലാ മതാ. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിലെ മുഫ്ലിസ് പാപ്പറായവെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, ഒരു ദുനിയാവിലെ ഒരു വിഹിതവും ഇല്ലാത്ത, ചില്ലി ക്യാഷില്ലാത്ത, ഒരു ദിർഹമില്ലാത്ത, ഒന്നൊരു വിഭവവും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് അതല്ല. അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അയാള് യഅ്തി യൗമൽ ഖിയാമ, അയാൾ പരലോകത്ത് വരും. ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അയാൾ പരലോകത്ത് വരികയാണ്. വരുമ്പോൾ അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, അയാൾ നോമ്പ് വെച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇത് 3 ആയിക്കോണമെന്നില്ല, വേറെയും കുറെ ഉണ്ടോ. ഇതുപോലെ ഒരു സൂചനയാണ്. ഇതുപോലുള്ള അമലുകൾ അയാൾ ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് ഇയാൾ പരലോകത്ത് വരികയാണ്. അതോടൊപ്പം വയഅ്തി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വളറബ ഹാദാ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഈ മനുഷ്യൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആ മനുഷ്യൻ എന്തുകൂടെയും ചെയ്തിട്ടുണ്ട്? മറ്റൊരുത്തരെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒരുത്തരെ ചീത്ത പറഞ്ഞു, വേറൊരുത്തരെ പറ്റി ദുരാരോപണം പറഞ്ഞു, സമ്പത്ത് അന്യായമായിട്ടെടുത്തു, ഉപദ്രവിച്ചു, ഇങ്ങനെ രക്തം ചിന്തി, ഇങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് എന്ത് ചെയ്യുന്നു അറിയുമോ? റസൂലുള്ളാഹി പറയാണ്, ഫയുഅത്വാ ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി. ആരെയാണോ ഇയാൾ ഉപദ്രവിച്ചത്, ആരുടെ സമ്പത്താണോ ഇയാൾ അന്യായമായിട്ട് എടുത്തത്, ആരെയാണോ ചീത്ത പറഞ്ഞത്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇയാളുടെ അമലുകൾ അങ്ങനെ എടുത്തു കൊടുക്കും. ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ ബാക്കിയാണില്ല. കരുതണം. തീർന്നില്ല. ഇത് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ്, നോമ്പ് കഴിഞ്ഞ്, മറ്റു അമലൊക്കെ കഴിഞ്ഞു വിചാരിച്ചോളൂ. ഇനിയും ചെയ്തത് ബാക്കിയാണ്. അത്രയും വല്ലാത്ത ദുൽമായിരുന്നു നാട്ടില്. എന്ത് ചെയ്യും? ആ മനുഷ്യന്മാരുടെ തിന്മകൾ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് മാറ്റും. എന്നിട്ട് ഇയാൾ നരകത്ത് പോകും. ഇയാൾ നിസ്കരിക്കാത്ത ആളല്ല, മറ്റു അമലുകൾ ചെയ്യാത്ത ആളല്ല. അതുകൊണ്ട് ബഹുമാന്യ വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങൾ പരലോകത്തേക്ക് ബാക്കിയാക്കാൻ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരാളുമായി വല്ല നുലുമുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അയാൾ മരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ ഇവിടെ ക്ലിയർ ചെയ്യാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരാളുടെ സമ്പത്ത് അന്യായമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ മരിക്കണരെ കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മരിക്കണരെ കൊടുക്കാൻ കഴിയുള്ളൂ. ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു മനുഷ്യൻ ചീത്ത അറിഞ്ഞു, അപ്പത്ര പ്രഷറിൽ പറഞ്ഞാണ്, അത് ആ മനുഷ്യന്റെ മനസ്സിന്റെ മുറിവായി കൊണ്ടു. അയാളോ നമ്മളോ മരിച്ചാൽ പൊരുത്തപ്പെടിക്കാൻ പിന്നെ ചാൻസ് ഇല്ല. അതുകൊണ്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ശരി, നമ്മുടെ കർമ്മങ്ങൾ ബാക്കിയാകാൻ വേണ്ട ഒരു കാര്യം അതാണ്. ഇനി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒപ്പം ശ്രദ്ധിക്കേണ്ട രണ്ടാമതൊരു കാര്യം, ഹറാം ഒന്നും ചെയ്യാതിരിക്കുക. ഹറാമ് നിഷിദ്ധമായത് ഒന്നും ചെയ്യാതിരിക്കുക. അത് തിന്നുന്നത് ഹറാമാകരുത്, കുടിക്കുന്നത്, അതുപോലെ ചെയ്യുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത് ഒന്നും അല്ല വിലക്കിയതാണോ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കി പഠിപ്പിച്ചിട്ടുണ്ടോ? ചെയ്യരുത്. അത് തീരുമാനമായിരിക്കണം, വിശ്വാസിയുടെ തീരുമാനമായിരിക്കണം. ഹറാമ് ചെയ്യരുത്. കാരണം പരലോകത്ത് കടുത്ത ശിക്ഷയാണ്. അത് ഓരോന്നിന്റെയും കാറ്റഗറി അനുസരിച്ചുള്ള ശിക്ഷയാണ്. ഹറാമിലേക്ക് അല്ലാഹ് വിലക്കിയ കാര്യത്തിലേക്ക് ഒരു പക്ഷെ എത്താനുള്ള അവസരങ്ങൾ പരീക്ഷമെന്നോണം മുന്നിലുണ്ടാകും. അല്ലാഹ് വിലക്കിയിട്ടുണ്ട്, പക്ഷേ ഒപ്പം അല്ലാഹുവിന്റെ പരീക്ഷ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നമ്മളൊന്ന് നിന്നുകൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് ചെറിയ റിസ്ക് എടുക്കാതെ തന്നെ ആ ഹറാമ് ചെയ്യാനുള്ള സൗകര്യം മുന്നിൽ ഉണ്ടാകും. അവിടെ തിരിച്ചറിയണം, അല്ലാഹ് ഹറാമാക്കിയ കാര്യത്തിലേക്ക് പോകുന്നോ ഇല്ലേ പരീക്ഷിക്കാൻ അല്ലാഹ് വെച്ചതാണിത്. ഞാൻ അതിൽ നിന്ന് മാറുന്നു എന്ന നിലയ്ക്ക് തന്നെ പിന്മാറാൻ തയ്യാറാകണം. ഹറാമ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഫർള് ഒന്നും ഒഴിവാക്കരുത്. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഫർള് ഒന്നും ഒഴിവാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി നാം ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യമാണോ? ഒഴിവാക്കരുത്. നിസ്കാരം ഒരു നിലക്കും ഒഴിവാക്കരുത്. നിർബന്ധമായ കർമ്മങ്ങളൊന്നും ഒഴിവാക്കരുത്. അത് ഒരുപക്ഷെ വീട്ടിൽ കല്യാണമാണോ, യാത്രയിലാണോ, ഇതൊന്നും അതിന് തടസ്സമല്ല. ഇതൊന്നും തടസ്സമല്ല. ഒരാള് നിസ്കരിക്കണ നേരത്തെ ഉറങ്ങിപ്പോയി. ഉദാഹരണം പറയാം, ഒരാൾ വല്ലാത്ത ക്ഷീണം, ഇയാള് പിന്നെ ളുഹറിന്റെ കുറച്ച് മുമ്പ് കിടന്നു. ളുഹർ എണീക്കാന്നൊക്കെ എഴുതിയിട്ട് തന്നെ കിടന്നത്, പക്ഷെ ഇയാൾ ഉറങ്ങിപ്പോയി. അസറായി എണീറ്റപ്പോൾ വിചാരിച്ചോളൂ. ഇയാൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോ ളുഹർ പോയി, അല്ല, ഉണർന്ന അപ്പോഴാണ് ളുഹർ നിസ്കരിക്കണം.
അയാൾ അപ്പോ നോറ് ചില ആൾക്കാരുണ്ട് നിസ്കരിക്കാൻ ഇങ്ങനെ നടക്കും, നിസ്കാരം നേരാണ്, പിന്നെ ഒരു കള്ളാവ് വീട്ടില്. അങ്ങനെ കള്ളാവ് വീട്ടിലില്ല. ഉറങ്ങിപ്പോയോ എണീറ്റ ഉടനെ നിസ്കരിക്കുക, മറന്നുപോയോ ഓർമ്മയോ അപ്പം നിസ്കരിക്കുക. ഇനി യാത്രയിലാണോ? ജംഉ ഖസ്ർ സംവിധാനങ്ങളുണ്ടല്ലോ ഇസ്ലാം വെച്ചത്. ഒരാള് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യാത്രയിലാണ്, ദീർഘയാത്ര. അപ്പൊ ദീർഘയാത്രയിലാണ് അയാൾ. ളുഹറിന്റെ സമയത്തും അസറിന്റെ സമയത്തൊക്കെ യാത്രയിലാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്? ളുഹറിന്റെ സമയത്ത് ഇയാൾക്ക് അവിടെ ജംഉം ഖസ്റുമാക്കാം. ജംഉ എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കലാണ്, ളുഹറും അസറും കൂടെ. ഇനി അതല്ലെങ്കിൽ മഗ്രിബും ഇശാവും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഉടനെ മറ്റൊന്ന് നിർവഹിക്കാം. അത് രണ്ടു നിലക്ക് ചെയ്യാം. ഒന്ന് ളുഹറും അസറാണെങ്കിൽ ളുഹറിന്റെ സമയത്ത് രണ്ടും ചെയ്യാം, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് രണ്ടും ചെയ്യാം. ളുഹറിന്റെ സമയത്ത് അസറിന്റെ സമയത്ത് ഞാൻ ചെയ്യും എന്നൊരു നിയ്യത്ത് മനസ്സിലുണ്ടാകണം മാത്രം. എന്നാൽ നല്ലത്, നമ്മുടെ യാത്രക്കിടെ കുറിച്ച് നല്ലത് ആദ്യം ളുഹറിന്റെ സമയത്തിന് ചെയ്യാൻ പറ്റില്ല, അതിനാണ് നല്ലത്. അപ്പോ അങ്ങനെ ആൾക്ക് ചെയ്യാം. അവിടെ ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നമസ്കരിക്കല. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കലാണ് ഖസ്ർ എന്ന് പറഞ്ഞാൽ. അപ്പോ 4 റക്അത്തുള്ള ളുഹറിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് സലാം കിട്ടിയാൽ 2 റക്അത്ത് എന്ത് ചെയ്യുന്നു? അസർ നിസ്കരിക്കുന്നു. ഇപ്പൊ ളുഹറും അസർ എന്താക്കി? ജംഉം ഖസ്റുമായിട്ട് നിസ്കരിച്ചു. ഇനി ഈ മനുഷ്യൻ അസറ സമയത്താണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇയാള് ആ നിസ്കാരം നടത്തുന്നത് അസറിന്റെ സമയത്താണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ളുഹർ 2 നിസ്കരിക്കുന്നു, അസർ 2 നിസ്കരിക്കുന്നു. ഇത് യാത്രയിലാണെങ്കിൽ. പക്ഷേ ഇയാൾ യാത്ര അസറിന്റെ സമയത്ത് നിസ്കരിക്കാതാണ് കരുതിയത്, നെയ്യത്ത്. അസറിന്റെ സമയത്ത് ഇയാൾ നാട്ടിലെത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ ഖസ്റില്ല, ജംഉ ചെയ്യുക. 4 ളുഹർ നിസ്കരിക്കുക, 4 അസറും നിസ്കരിക്കുക നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ. ഇനി മഗ്രിബ് ചുരുക്കാൻ പാടില്ല, അത് 3 തന്നെയാണ് കേട്ടോ. 4 റക്അത്തുള്ള ളുഹർ, അസർ, ഇശാ, ഇതിനാണ് ഖസ്റുള്ളത്. സൂചിപ്പിച്ചു മാത്രം. പറഞ്ഞെന്തിനാന്ന് വെച്ചാല് അവിടെ നിസ്കാരം ഒഴിവാക്കാനുള്ള അവസരമില്ല, ഒഴിവാക്കാൻ എവിടെയും അവസരമില്ല. ബോധമുണ്ടോ ആ മനുഷ്യൻ നിർവഹിക്കണം. അതുകൊണ്ട് 3-ാമത്തെ കാര്യം, ഫർള് ഒന്നും, ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം, ഇത് നല്ല ഫർളായത് ഒന്നും ഒഴിവാക്കരുത്, ചെയ്യണം. 4-ാമത്തെ കാര്യം, സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പരമാവധി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ച കുറേ കാര്യം, ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ കുറേ ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ കുറേ ചെയ്യാൻ പറ്റും. കുറേ അവസരങ്ങൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് എത്രയോ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരിക. അതൊക്കെയാണ് നമുക്ക് പരലോകത്തുണ്ടാവുക. അവിടെ അതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മളെ തിന്മയിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ആ സാഹചര്യത്തിൽ മാറിയിരിക്കുക. ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ഒറ്റക്ക് നിൽക്കുമ്പോൾ തെറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ശീലമാണ് ഒരാൾക്ക്. അയാൾ തനിച്ചായാൽ എന്തെങ്കിലും വേണ്ടാത്ത തിന്മകൾ ചെയ്യും. അയാളെ തനിച്ചാകുന്ന മാറിക്കേണ്ടി വരും. ചിലർക്ക് മൊബൈൽ ഫോൺ അയക്കാനും അങ്ങനെയാണെങ്കിൽ അതിന് മാറിക്കേണ്ടി വരും, അത് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ എന്താണോ നമ്മൾ ഒരു തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കുക. ആ ഒരു ജാഗ്രത നാം പാലിക്കേണ്ടതുണ്ട്. 6-ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും മനുഷ്യന്മാരാണ്, മാനുഷികമായി തിന്മകൾ വരാം, തെറ്റുകൾ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തൗബ, ഇസ്തിഗ്ഫാറിലൂടെ ആ തെറ്റുകൾ മായ്ക്കണം. മായ്ക്കാനും അല്ലാഹു അവസരം തന്നിട്ടുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റോടെ മരിച്ചു പോകണം എന്നല്ല, ആ തെറ്റ് മായ്ക്കാൻ നിരവധി അവസരങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. തൗബയും ഇസ്തിഗ്ഫാറും. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് നമ്മുടെ അടുത്ത് വന്നു, ആ തെറ്റ് വന്നു പോയല്ലോ റബ്ബേ എന്നുള്ള മനസ്സിന്റെ ഒരു ഖേദമുണ്ടല്ലോ, അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു മടക്കമുണ്ടല്ലോ, അതാണ് തൗബ എന്ന് പറയുന്നത്. ആ തെറ്റെനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. പൊറുക്കാൻ അല്ലാഹുവോട് തേടലാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ട് തൗബ ഉണ്ടാവുമ്പോഴാണ് ഇസ്തിഗ്ഫാർ വരുന്നത്. കാരണം മനസ്സിന്റെ ആ ഖേദം അല്ലാഹുവിലേക്ക് മടക്കം ഉണ്ടാകണമല്ലോ. അത് നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിന്മയുടെ സാഹചര്യത്തിൽ വിട്ടു നിൽക്കണം, ഹറാമ് ചെയ്യരുത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും മനുഷ്യരാണ്, എന്തെങ്കിലും കാരണത്താൽ തിന്മകൾ വന്നേക്കാം. അങ്ങനെ വന്നുപോയാൽ ആ തിന്മ ബാക്കിയാകരുത്. മരണശേഷം എന്തൊക്കെ ബാക്കിയാകണം എന്ന് ചിന്തിക്കുമ്പോ എന്തൊക്കെ ബാക്കിയാകരുത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അരികിൽ തെറ്റുകൾ വന്നുപോയോ, ആ തെറ്റുകൾ അവിടെ ബാക്കി ഉണ്ടാകരുത്, മായ്ക്കണം. മായ്ക്കാൻ അല്ലാഹു വെച്ചിട്ടുണ്ട് അവസരങ്ങൾ അനവധി, അതിലൂടെ അത് മായ്ക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ, ഇസ്തിഗ്ഫാർ. അത് ചെയ്തുകൊണ്ട് അത് മായ്ക്കുക. അതുപോലെ ഏഴാമത്തെ ഒരു കാര്യം, ശിർക്ക് ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളതാണ്. ശിർക്ക് ഒരിക്കലും ഉണ്ടാകും. കാരണം തൗഹീദ് എന്നത്, ശിർക്ക് ഇല്ലാതിരിക്കുക എന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്. ശിർക്ക് ഇല്ലാത്തവന്റെ നിസ്കാരത്തെ പറ്റിയേ പരലോകത്ത് ചർച്ചയുള്ളൂ. ശിർക്കില്ലാത്തവന്റെ നോമ്പിനെ പറ്റി, ആ നോമ്പെടുക്കൂല എന്നുള്ള നോട്ടുണ്ടല്ലോ, അത് ശിർക്കില്ലാത്തവന്റെ നോമ്പിനെ പറ്റി ആ നോട്ടുള്ളൂ, മറ്റേ നോക്കണ്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതെങ്കിൽ അയാൾ ഒരു നന്മയും ബാക്കിയാകില്ല. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സുമറിൽ 65-ാമത്തെ ആയത്ത്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ലഇൻ അശ്റക്ത, നബിയെ നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ അമലുകൾ ബാത്തിലായി നഷ്ടപ്പെട്ടു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽപ്പെട്ടു പോകും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ ശിർക്ക് ചെയ്തിട്ടല്ല, മറിച്ച് ഈ ഉമ്മത്തിനെ ശിർക്ക് ഇത്ര ഗൗരവമുണ്ടെന്ന് പഠിപ്പിക്കാനാണ്. അപ്പോ നാം ഓർക്കുക, നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ, നമ്മുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കാൻ, നമ്മുടെ മറ്റു കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട യോഗ്യതയാണ് തൗഹീദ്, ഏകദൈവവിശ്വാസം. ശിർക്കില്ലാത്ത അവസ്ഥ, ശിർക്കുണ്ടായാലോ ഒരു കർമ്മവും പരലോകത്ത് ബാക്കി ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം. സന്തോഷത്തിന്റെ ഘട്ടത്തിലും സങ്കടഘട്ടത്തിലും ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും അല്ലാഹുവോടായിരിക്കണം. അല്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ആ ഒരു സംഗതിയില്ലേ, അല്ലാഹ് നിന്നോട് മാത്രം. ആ ഒരു അത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ, ഈ നിസ്കാരം അല്ലാത്തപ്പോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ ആ സമയത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല, ജീവിതത്തിൽ മുഴുവനും ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ സങ്കടകരമാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിസ്കരിക്കുമ്പോ പറയും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയാസം വന്നാൽ വൈദി ശേഖെ കാക്കണേ, മുത്തുനബിയെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞ് ഇസ്തിഗാസ ചെയ്യുന്ന, ഇസ്തിആനത്ത് ചെയ്യുന്ന, സഹായത്തേട്ടം നടത്തുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. സങ്കടകരമാണ്, ഖേദകരമാണ്. അതുകൊണ്ട് ആ രംഗത്ത് ഒരു കൃത്യതയുണ്ടാകണം. അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ പ്രാർത്ഥിച്ച അല്ലാഹ്, അവരൊക്കെ അല്ലാഹുവോടാ പ്രാർത്ഥിച്ചത്. ആ അല്ലാഹുവോട് മുമ്പ് കഴിഞ്ഞ ഖുർആൻ പരിചയപ്പെടുത്തിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഔലിയാക്കൾ അവർ പ്രാർത്ഥിച്ച അല്ലാഹ്, ആ അല്ലാഹുവോട് മാത്രമായിരിക്കണം നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. ഞാനും അങ്ങനെയെ പ്രാർത്ഥിക്കൂ എന്നുള്ളൊരു ഉറപ്പ് വിശ്വാസികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിലേ നമ്മുടെ കർമ്മങ്ങൾ അവിടെ ബാക്കിയാവില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ പുറമെ 7 കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഇതിന്റെ പുറമെ ചില കാര്യങ്ങൾ പ്രത്യേകം ഈ പറഞ്ഞ അടിസ്ഥാന യോഗ്യതകൾ ഉള്ള ശേഷം ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് മരിച്ചുപോയി, ഒരാൾ മരിച്ചുപോയി,
ആ മരണശേഷം അയാൾക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു ഹദീസ് നമുക്ക് പരിചയമുള്ള ഹദീസ്, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസ്. ഇദാ മാതൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ, 3 കാര്യങ്ങൾ ആ ഹദീസിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ 3. ഒരാൾ മരിച്ചാൽ അയാളുടെ അമലുകളെല്ലാം കട്ടാവും. ഇൻഖതഅ, മുറിഞ്ഞു പോകും, നിലയ്ക്കും. ഇല്ലാ മിൻ 3, 3 കാര്യങ്ങൾ ഒഴികെ. ശരിക്ക് ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞത് നമ്മളെല്ലാം ചെയ്ത കർമ്മങ്ങൾക്ക് പരലോകത്തുണ്ടാവാൻ വേണ്ടിയാണ്. ഇനി ഇതിന്റെ പുറമെ നമ്മൾ ഉദാഹരണം, ഇപ്പൊ ഒരാൾ മരിച്ചു, ഇപ്പൊ നമ്മൾ കൂടുതലും മരിച്ചു എന്ന് വിചാരിക്കാം. നമുക്കിപ്പോ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, ഇനി ഇശാ നിസ്കരിക്കാണ്ടല്ലോ. ഈ മഗ്‌രിബ് നിസ്കരിച്ച നമുക്ക് നിസ്കരിച്ചതിന്റെ കൂലി പറഞ്ഞാൽ ഇപ്പൊ ഈ മഗ്‌രിബ് നിസ്കരിച്ചതിന് വരെ കിട്ടാനുള്ളത്. നോമ്പ് നോറ്റപ്പുറം ഫർളായ നോമ്പാടി കഴിഞ്ഞ റമദാൻ നോറ്റല്ലോ, ആ നോമ്പിന് നമുക്ക് കിട്ടാനുള്ളത്. ഹജ്ജ്, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തതാണ് കിട്ടാനുള്ളത്. എന്നാൽ ഇനി പറയുന്ന ഈ ഹദീസ് പറയുന്ന 3 കാര്യങ്ങൾ, അത് നമ്മളിപ്പോൾ മരിച്ചാൽ പിന്നെയും അത് ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും, മുറിയില്ല, കട്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലൊന്ന് ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയത്തായ സ്വദഖ, മറ്റൊന്ന് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്, മറ്റൊന്ന് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഈ 3 കാര്യങ്ങൾ, ഇതാണ് അയാൾക്ക് മരണശേഷവും ഇങ്ങനെ നിലനിന്ന് കിട്ടുന്ന കാര്യം. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മരിച്ചു എന്നാലും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്ന് സ്വദഖ ജാരിയ. ജാരിയ അങ്ങനെ ഒഴുകുന്ന, നിലനിൽക്കുന്ന, മുറിഞ്ഞു പോകാത്ത സ്വദഖ. നമ്മൾ പള്ളി ഉണ്ടാക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിച്ചു, കൊടുത്തു, നമ്മുടെ കടിയിൽ നൽകി. അതല്ലെങ്കിൽ ഒരു കിണർ കുത്തി കൊടുത്തു. എന്തിന്? ആൾക്കാർക്ക് വെള്ളം എടുക്കാൻ വേണ്ടി, സ്വതക്കായിട്ട്. അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നട്ടു. എന്നിട്ട് അതിന്റെ പഴങ്ങള് ആർക്കാണ്? അത് ആരാച്ചോ വഴിയാത്രക്കാരോ മറ്റോ എടുത്തോട്ടെ എന്നുള്ള നിലക്ക് നമ്മൾ കുഴിച്ചില്ല. അല്ല നമ്മളെ പറമ്പിൽ കുഴിച്ചിട്ടുണ്ട് നമ്മൾ ആരെ കള്ളന്മാരെ കൊണ്ടുകൊണ്ട് CCTV നോക്കി അങ്ങനെ അതിനെപ്പറ്റിയല്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ്, ഓക്കെ, ചെയ്യാം. ഈ പറഞ്ഞ സ്വതക്ക ജാരികളിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ നെയ്യത്തോടെ അത് നടുന്നു, അങ്ങനെ വളർത്തുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പറയോ? അത് കുഴിച്ചിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞ് മരിച്ചു നേരിച്ചോളും. ഒരു 6ാമത്തെ 7ാമത്തെ കൊല്ലം അത് കായ്ച്ചു നേരിച്ചോളും. അതിന്റെ കായ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ ആരോ ആവശ്യക്കാർ തിന്നു പോകുന്നുണ്ടെങ്കിൽ അത് സ്വതക്ക ജാരിയാണ്. അത് കട്ടായിട്ടില്ല. എന്നാൽ നിസ്കരിച്ചത് അതിനെ നിസ്കരിച്ചതിന്റെ കിട്ടുള്ളൂ. ഇത് നടക്കുന്നിടത്തോളം കിട്ടും. ആ കിണറിന്ന് വെള്ളം ആൾക്കാർ മുക്കി ഉപയോഗിക്കുന്നു, കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നിടത്തോളം കാലം കൂലി കിട്ടിക്കൊണ്ടുവരും. പള്ളി എടുക്കാൻ സഹായിച്ചു, അവിടെ ഇബാദത്ത് നടക്കുന്നിടത്തോളം കാലം അതിന്റെ കൂലി നമുക്ക് അങ്ങനെ കിട്ടണം. നമ്മൾ ആലോചിക്കൂ, നമ്മുടെ നാടുകളിൽ നിസ്കരിക്കുന്ന പള്ളികളില്ലേ, ഈ പള്ളികളൊക്കെ എടുത്തവരോ അതിനെ സഹായിച്ച ആൾക്കാരോ പലരും മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? നമ്മൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിന്റെ കൂലി നമ്മുടേത് കുറെ അവർക്ക് കിട്ടുകയാണ്. അതൊക്കെയാണ് ചില ശേഷിപ്പുകൾ. നമ്മൾ ശരിക്ക് ആലോചിക്കണം. നമ്മൾ അങ്ങനെയുള്ള സംഗതികൾക്ക് ലേശം ഒന്ന് റിസ്ക് എടുത്ത് കൊടുക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കാറ്? നമ്മൾ മരിച്ചു, ആ മരിച്ച ശേഷം എന്താ സംഭവിക്കാൻ പോണത്? ആ മരിക്കുന്നോടുകൂടെ നമ്മളെത്ര മുതലുണ്ടോ അതിന്റെ ഓർഡർ മാറി. അതുവരെ നമ്മളാ. ഇപ്പോൾ മരിച്ചാൽ ഇപ്പൊ നമ്മളെ മുതലിന് എന്താ ഉള്ളത് അതിന്റെ ഓർഡർ മാറി. അനന്തരാവകാശികളായി. ഇനി നമ്മളതല്ല, അത് ഓരോ അവകാശമാണ്. നമ്മളതല്ല, അത് നമ്മളെ മുതലല്ല, കഴിഞ്ഞു. എന്നാ നമ്മളതാകും. അതിന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കും. വല്ലാത്ത ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് അത് നാം ശ്രദ്ധിക്കുക. അപ്പോ ജാരിയത്തായ സ്വദഖ, അതാണ് ഒന്ന്. രണ്ടാമത്തത് ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്, അറിവ് എന്നാണ്.
നമുക്കൊരു നല്ല കാര്യം ബോധ്യപ്പെട്ടു, മനസ്സിലായി. അത് മറ്റൊരാൾക്ക് നമ്മൾ കൈമാറിക്കൊടുത്തു. അതിന്റെ പുണ്യം അയാളുടെ എത്ര കാലമുണ്ടോ അത്രയും കാലം ഇയാൾ കെട്ടിക്കൊടുക്കും. നമ്മൾക്ക് മനസ്സിലായൊരു നന്മ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് ഇമാമ് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യരുത്, സദസ്യന് സംസാരിക്കാൻ പാടില്ല. ഇമാമിനോട് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഇങ്ങോട്ട് സംസാരിക്കാം, ഇമാമിന് അങ്ങോട്ട് സംസാരിക്കാം, അല്ലാതെ ഇങ്ങനെ സദസ്യർ തമ്മിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുടെ ജുമാന്റെ ഭാഗത്തിലാവുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതറിയാത്ത ആളിനെ സംസാരിക്കുക. ജുമയൊക്കെ കഴിഞ്ഞ ശേഷം, അന്നേരത്തെ ഇടപെടരുത്. ജുമയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അയാളെ സ്നേഹത്തോടെ വിളിച്ച് അയാളെ വെറുതെ ആക്രോശിച്ച് അയാളെ കിട്ട് ഫയർ ചെയ്തിട്ട് അങ്ങനെ ഹർട്ട് ചെയ്ത് സംസാരിക്കല്ല. നല്ലൽക്ക് പറഞ്ഞു, സഹോദരൻ അറിയായിട്ടായിരിക്കും, നല്ലൽക്ക് അയാളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ നന്മ അയാൾ എത്ര കാലം നിൽക്കുന്നുവോ അതിന്റെ പ്രതിഫലം നമുക്കുണ്ടാവും. ഒരാൾ പള്ളിയിൽ വരികയാണ്, നമ്മളോട് തഹിയ്യത്തൊക്കെ നിസ്കരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വേറെ ആൾ പള്ളി വന്നിട്ട് നേരെ തഹിയ്യത്ത് നിസ്കരിക്കാതെ കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കുന്ന മനുഷ്യനോട്, ഖുതുബന്റെ ഇടയിൽ പോലും ഇരുന്ന മനുഷ്യനോട് എണീറ്റ് നിസ്കരിച്ച് പെട്ടെന്ന് രണ്ടൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞു. അത്രയും മഹത്വം ഇതിനുണ്ട്. അങ്ങനെ അല്ലാതെ ഇരിക്കരുതെന്ന് പറഞ്ഞു. നമുക്കിതറിയാം. ഈ മനുഷ്യനോട് വന്നിരുന്നു, ജുമാന്റെ നേരത്തിലെ സംസാരത്തെ പറ്റിയെല്ലാം പറഞ്ഞു കേട്ടോ. അല്ലാത്തൊരു നേരത്ത് ഇയാൾ വന്നിരുന്നു. നമ്മൾ അയാൾ പറഞ്ഞു സ്നേഹത്തോടെ, സഹോദര ഇങ്ങനെ രണ്ടരക്ക് നിസ്കാരമുണ്ട്, തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ട്. റസൂലുള്ളാഹി അത്രയും വലിയ പുണ്യമായി പഠിപ്പിച്ച്, അത്രയും അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യമാണ്. ഇയാളുടെ ജീവിതത്തിൽ എത്ര കാലം അതുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇയാൾ മരിച്ചു എന്നരുത്, പറഞ്ഞു കൊടുത്ത ആൾ മരിച്ചു എന്നരുത്. അമ്മനീശന്റെ ജീവിതത്തിലോ അയാൾ മരിക്കുന്ന പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അത്രയും കാലം ആ നിസ്കാരം ഉണ്ടെങ്കിൽ ഇയാൾ മരിച്ചു. എന്നാലും ആയിട്ട് ഉപകാരപ്രദമായ അറിവായിട്ട് അതങ്ങനെ നിലനിൽക്കും, കിട്ടിക്കൊണ്ടേയിരിക്കും, ബാക്കിയാകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യം, ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ആ സന്താനത്തിന് രണ്ട് ഗുണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാം സന്താനം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, സന്താനം എന്നാണ് വലതിന്റെ അർത്ഥം, കുട്ടി. അത് ആ കുട്ടി സ്വാലിഹായിരിക്കണം, ആ വലത് സ്വാലിഹായിരിക്കണം, നല്ല കുട്ടി. ഇസ്ലാമിക സങ്കല്പത്തിൽ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ സ്വാലിഹായ കുട്ടിയായിരിക്കണം പെൺകുട്ടി, സ്വാലിഹത്തായ പെൺകുട്ടിയായിരിക്കണം. യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി, ആ വ്യക്തി, മരിച്ച വ്യക്തി, ഉമ്മാക്കോ വാപ്പാക്കോ ആരാച്ചാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ മാതാപിതാക്കൾ മരിച്ചുപോയവരിവിടെ ഉണ്ടാകും. ചിലപ്പോ മരിച്ച് 1 കൊല്ലമോ 2 കൊല്ലമോ 5 കൊല്ലമോ ഒക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു മനസ്സ് ടച്ച് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും. പിന്നെ 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ പോകും. പ്രാർത്ഥിക്കണ്ടേ, അതിങ്ങനെ മനസ്സ് തട്ടാതെ ഇങ്ങനെ പോകും. ആദ്യമൊക്കെ ഉണ്ടായി, പിന്നെ ഇങ്ങനെ കുറഞ്ഞു ഉണ്ടാകരുത്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ അതിന് വലിയ സ്ഥാനമുണ്ട്, വല്ലാത്ത സ്വീകാര്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു മനുഷ്യന്, വിശ്വാസിയായ മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു പ്രമോഷൻ, ഒരു സ്ഥാനക്കയറ്റം എന്താണെന്നറിയോ? അയാൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. ഈ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കും, അന്നാലി ഹാദ, റബ്ബേ ഇതെനിക്ക് എവിടുന്നാണ്, എങ്ങനെയാണ്, ഏത് വകുപ്പിലാണ്? ആ സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു, ആ വകയിലാണ് ഇത് എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടില് അതൊക്കെ പോയി മരിച്ച് ഒരു 3-ന്റെ അന്ന്, ഒരു 7-ന്റെ അന്ന്, പിന്നെ ആണ്ടിന്റെ അന്ന്, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ പഠിപ്പിക്കാത്ത ചില പരിപാടികളുണ്ട്. ആ 3-ന്റെ അന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. 7-ന്റെ അന്നോ അല്ലെങ്കിൽ ആണ്ടിനൊന്നോ 40-നോ അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ദിവസമൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. നാട്ടിൽ പലതുണ്ട്. അന്നൊരു പ്രത്യേകത ചെയ്താൽ അത് ബിദ്അത്താണ്. എന്നാൽ മരിച്ച അന്ന് പ്രാർത്ഥിച്ചൂടെ? വാപ്പാക്കും വേണ്ടി പിറ്റേന്ന് പ്രാർത്ഥിച്ചൂടെ?
അതിന് വിജയം പ്രാർത്ഥിച്ചൂടെ? അതിന് വിജയമൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ആ 3ന്റെ അന്ന് എന്നുള്ള പ്രത്യേകത കൊടുക്കാൻ പാടില്ല. അതിനെന്തോ പ്രത്യേകത ഉണ്ട്, അന്ന് പ്രാർത്ഥിച്ച് അതിന് പ്രത്യേകിച്ചുണ്ട് എന്ന് കരുതി ചെയ്താൽ അത് വിദേഹത്ത് വരെ ആവും, വിദഗ്ധാവും. കാരണം വിശ്വാസം പഠിപ്പിക്കാതെ പ്രത്യേകം കൊടുത്തുകൊണ്ട് ചെയ്യലാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത നിലക്ക് നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മക്കളുടെ പ്രാർത്ഥന അതവർക്ക് ലഭിക്കും. ഇനി നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഈ വിവരം അവരറിയണം. നമ്മളെല്ലാവരും മക്കളാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. നമ്മൾ മരണപ്പെട്ടു എന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ ആ പ്രാർത്ഥന അതവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് ലഭിക്കും എന്ന കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതേപോലെ മറ്റൊരു സംഗതി, നമുക്ക് ഉണ്ടാകുന്ന ശേഷിപ്പുകൾ. വേറൊരാള് ഇപ്പൊ നമ്മുടെ മരണശേഷം വിചാരിച്ചോളൂ, വേറൊരാള് പിന്നെ നമ്മളങ്ങനെ ഓർക്കുന്ന സമയത്ത് അയാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടാക്കുക. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല. നമ്മൾ അങ്ങനെ ആയാൽ മതിയാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മളെ മൊബൈൽ ഫോണ് ഒരാളെ നമ്പർ നമുക്ക് ആരൊരാളെ വിളിക്കണം. അപ്പൊ നമ്മളിങ്ങനെ നമ്പർ സെർച്ച് ചെയ്യണം, പേരിങ്ങനെ സെർച്ച് ചെയ്ത് അപ്പൊ അതേ സമാന പേരുള്ള വേറെ ആളെ പേരുള്ളൂ. അയാൾ മുമ്പൊന്നും മരിച്ച ആളായിരിക്കും. ഉണ്ടാവില്ലേ ചിലപ്പോ. അയാൾ മരിച്ചല്ല. അപ്പൊ നമുക്ക് അയാളെ ഓർമ്മയായി, അള്ളാഹുവേ അയാൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. ഇതേപോലെ നമ്മളുടെ ശേഷം ഏതെങ്കിലും ആൾക്കാരൊക്കെ നമ്മളെ ഓർക്കുമ്പോ, മൂപ്പരുണ്ടായ കാലത്ത് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ ശേഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞാണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ നിലക്ക് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് നമ്മൾ ആ നിലക്കായിരിക്കണം നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഇടപെടലും. അത് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മളെ കുറിച്ച് നമ്മുടെ ശേഷം വരുന്ന ആൾക്കാർ നല്ലത് പറയണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, പല പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ സൂറത്ത് ശുഅറയിലെ 84-ാമത്തെ ആയത്തിൽ കാണാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന ആളുകൾക്കിടയിൽ എനിക്കൊരു സൽകീർത്തി, ലിസാനു സിദ്ഖ് ഉണ്ടാക്കണേ. എന്നറിഞ്ഞാ എന്നെ പറ്റി നല്ലത് പറഞ്ഞ അവസ്ഥ ഉണ്ടാവണം. ചീത്ത നിലക്ക് ഞാൻ ഓർക്കപ്പെടുന്നുണ്ടാകരുത് എന്നർത്ഥം. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിന്റെ അർത്ഥം ഒരാൾ നന്മ കൽപ്പിക്കാണ്, തിന്മ വിരോധിക്കാണ്. തിന്മയുടെ ആൾക്കാർക്ക് ഇത് ഇടങ്ങേറായിരിക്കും. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ഒരാളിപ്പോ നാട്ടില് നന്മ പറയാണ്, തിന്മയും തോന്നിവാസങ്ങളെ എതിർക്കുകയാണ്. അപ്പൊ ആ തോന്നിവാസം ചെയ്യുന്ന ആൾക്കാർക്ക് ഇയാൾ കണ്ടില്ല കാരണമായിരിക്കും. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. മറിച്ച് ഇയാൾ നന്മ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കിനെതിരെ ശക്തമായി പ്രതികരിച്ച പ്രവാചകനല്ലേ, അദ്ദേഹമാണ് ഈ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ദഅവത്തെന്ന, ഞാൻ ഇതിലേക്ക് വരാം, ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിനൊരു സംശയമില്ല. അത് ഉദ്ദേശിച്ച് ബന്ധപ്പെടുത്തരുത്. ഇതല്ലാതെ നിലക്ക് മനുഷ്യർക്ക്, ആളുകൾക്ക് നമ്മെക്കുറിച്ച് ഒരു നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചത് നാം മറക്കാതിരിക്കുക. ഇനി ചുരുക്കുകയാണ്. ഇനി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രത. നേരത്തെ പറഞ്ഞ മക്കളെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ്. മക്കളുടെ കാര്യത്തിൽ ജാഗ്രത. സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ചോദ്യമാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മരണാസന്നമായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രംഗമാണ്. അല്ലാഹു പറയാണ്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. അല്ലാഹുവിന്റെ ചോദ്യമാണ്. അം കുൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായി, പ്രസന്റായി ഉണ്ടായിരുന്നോ? ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണാസന്നമായപ്പോ നിങ്ങളോട് ഉണ്ടായിരുന്നോ? നമ്മൾ ഉണ്ടായിരുന്നോ? ഇല്ല. റസൂലുള്ളാഹി ഉണ്ടായിരുന്നോ? ഇല്ല. സ്വഹാബത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിനൊക്കെ മുമ്പല്ലേ ഇത്. ചില ആൾക്കാര് ഒന്നാമത്തെ മനുഷ്യനാരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ചില ആൾക്കാർ ഇപ്പൊ ഒക്കെ മാറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത്ര ഒന്നാമത്തെ ആള്. എന്തും പറയാലോ കൗമന്.
എന്തൊക്കെയാണ്? എന്തും പറയാം. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന ദീന ഇന്ദല്ലാഹിൽ സമസ്ത. ഇപ്പൊ മൂല്യർ പ്രസംഗിച്ചു ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന ദീന ഇന്ദല്ലാഹി സമസ്ത എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങൾ വഴി നടത്തണേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിനെ ഏതൊക്കെ ഈ കെ അബൂബക്കർ മുസ്ലിയാരോ അങ്ങനെ ഏതൊക്കെ ഒരു മുസ്ലിയാരുടെ വഴിയിലാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്ന എങ്ങനെ ആലോചിക്കുക ഞങ്ങള്. ഈ കെ അബൂബക്കർ മുസ്ലിയാരെ പാതയിൽ അള്ളാഹുവെ ഞങ്ങൾ നടത്തണേ. എന്തും പറയാൻ ആ കൂട്ടത്തിൽ വല്ലാത്ത കൗമാണ്. എന്നിട്ട് അത് കേട്ടിട്ട് കൗമിന്റെ അടുത്ത് ഒരു ചോദ്യം വരുന്നില്ല. അല്ലുസ്താദെ പറഞ്ഞു ഇത്ര ആയോ, ഇവിടെ എത്തിയോ, ഇത് പറ്റപ്പെടുത്തം പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കാനുള്ള എന്ത് പറയാനാണ്? ഇവിടെ ആലോചിച്ചോ. അപ്പൊ ആ ജാതി മനുഷ്യന്മാര് പറയാൻ തുടങ്ങിയപ്പോ എന്ത്? ഒന്നാമത്തെ മനുഷ്യൻ മുഹമ്മദ് സ്വല്ലല്ലാഹു ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല, സ്വഹാബത്തില്ല, നമ്മൾ ആരുമില്ല. പക്ഷെ അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്, അം കുൻതും ശുഹദാ ഇദ് ഹലറ യഅഖൂബ് അൽ മൗത്ത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണമാസന്നായപ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും അർത്ഥം അറിയോ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. ആ സമയം നടന്ന സംഭവം അതാ കേട്ടോളി, പഠിച്ചോളി, മനസ്സിലായിക്കോളി എന്നാ അള്ള പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു രീതിയാണ്, ഒരു വല്ലാത്ത ഒരു ശൈലിയാണത്. എന്നിട്ട് അള്ള പറയാണ്, ഇത് ഖാല ലിബനീഹി, അദ്ദേഹം മക്കളെല്ലാരും വിളിച്ചുകൂട്ടി. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മക്കളൊക്കെ വിളിച്ചുകൂട്ടി. മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് മക്കളോട് ചോദ്യം, മക്കളെ മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് ആരെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം എന്തിന് നിങ്ങൾ ആരാധിക്കും? മക്കളോടുള്ള ചോദ്യമാണ്. ആ മക്കളുടെ മറുപടി, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. എന്താ പറഞ്ഞത്? മക്കളെ നിങ്ങൾ എന്തിനാ എനിക്ക് ആരെ ആരാധിക്കും ചോദിച്ചപ്പോ മറുപടി, ഖാലു, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക്, ഉപ്പ ഞങ്ങൾ അങ്ങ് ആരാധിച്ച ഇലാഹിനെ, വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, അങ്ങയുടെ പൂർവീകരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ആ ഇസ്ഹാഖ് നബിയുടെ മോനാണ് യാക്കൂബ് നബി അലൈഹിമുസ്സലാം അജ്മഈൻ. അവര് നിങ്ങളൊക്കെ ആരാധിച്ച ഇലാഹിനെ, ഇലാഹം വാഹിദ, ആ ഏകനായ ഇലാഹ്, അവനെയാണ് ഞങ്ങൾ ആരാധിക്കുക. മാത്രമല്ല വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ അല്ലാഹ്ക്ക് കീഴൊതുങ്ങിയവരായിരിക്കും. ആ അല്ലാഹു ഞങ്ങളെ സമർപ്പിച്ചവരായിരിക്കും ഉപ്പാൻ. ഇത് കേൾക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സിന്റെ സന്തോഷം ആലോചിക്കുകയാണ്. മക്കളെല്ലാരും വിളിച്ചു കൂട്ടിയാണ്, മക്കളെ എനിക്ക് ഇത്ര മുതലുണ്ട്, എന്നെ എടുത്തോളി, മറ്റേ എന്നല്ല പറഞ്ഞേ, അതിനെപ്പറ്റി നല്ല വർത്താനം. എന്താ പറഞ്ഞത്? മക്കളെ എന്റെ ശേഷങ്ങൾ ആരെ ആരാധിക്കാൻ? ഈ മക്കള് പരലോകത്ത് ഉപകാരപ്പെടൂലേ? അങ്ങനെ ആവുമ്പോ അദ്ദേഹം ശ്രദ്ധിച്ചു. നമ്മൾ ആലോചിക്കണം, മക്കളുടെ വിശ്വാസത്തിന്റെ രംഗം, അവിടെ കർമ്മങ്ങളുടെ രംഗം, അവിടെ ദീനീയാത്തിന്റെ രംഗം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്കൊരു ശ്രദ്ധയോടെ നാം ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരലോകത്ത് നമുക്ക് ഉണ്ടാവും. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദഅവത്ത് അത് വല്ലാത്ത കമ്മീഷനാണ്. എന്താ കമ്മീഷൻ? നമ്മളിങ്ങനെ ഒരു മനുഷ്യന് നന്മ അറിയിച്ചു കൊടുത്താൽ ആ മനുഷ്യന്റെ ആർക്കാണോ അറിയിച്ചു കൊടുത്തത് അയാളുടെ ജീവിതത്തിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം നമുക്കതിനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ആലോചിച്ചു, ഒരു മനുഷ്യനെ നിസ്കരിക്കാത്തൊരു മനുഷ്യൻ, ആള് മുസ്ലിമാണ്, നിസ്കാരമൊന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ് എന്തോ ഒരു ഹാലില്. ആ മനുഷ്യനോട് ഒരു പക്ഷേ ഇങ്ങനെ കൂടെ ജോലി ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ അയൽവാസി, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ബന്ധമുള്ള ഒരാള്, എന്തോ നമുക്ക് എങ്ങനെ പരിചയമുള്ള ആള്, അല്ലെങ്കിൽ സ്ഥിരമായി ഒരേ വഴിക്ക് യാത്ര ചെയ്യുമ്പോ ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ ഒക്കെ കണ്ടുമുട്ടുന്ന ഒരാള്, ആള് മുസ്ലിമാണ്, നിസ്കാരമൊന്നുമില്ല. ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സ്നേഹത്തോടെ
വളരെ സ്നേഹത്തോടെ ആ മനുഷ്യനെ നിസ്കരിക്കുന്നതിന്റെ പ്രാധാന്യവും അത് ഒഴിവാക്കിയുള്ള ശിക്ഷയും നമുക്കറിയാവുന്ന എല്ലാം പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ കഴിയൂല. ആ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ ഇൽമുണ്ടാകണം. അങ്ങനെ ആ നിലയ്ക്ക് നമ്മൾ ആ മനുഷ്യനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. നിസ്കാരം ഒഴിവാക്കരുത് എന്ന്, നിസ്കാരം ഒഴിവാക്കിയാൽ വൻ കുറ്റമാണ് എന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒരു ദിവസം സംസാരിച്ചു. ട്രെയിനിൽ സ്ഥിരമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കണ്ണൂർ ഭാഗത്തേക്കോ പോകുന്ന ഒരാള് സ്ഥിരമായിട്ട് മിക്കവാറും സ്റ്റേഷനിൽ വെച്ച് കാണുകയും ഒരേ ബോഗിയിൽ ഒരു പക്ഷെ കയറുകയും ചിലപ്പോ സീറ്റിൽ അടുത്തടുത്ത് ഇരിക്കുകയും ഒരേ സീറ്റിൽ പങ്കിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാവാം. ആ മനുഷ്യരോട് ദിവസം നമ്മൾ സംസാരിച്ചു. പിറ്റേ ദിവസം ആ മനുഷ്യരോട് സംസാരിച്ചു. ആ മനുഷ്യന് മാറ്റമുണ്ടായാൽ, ആ മനുഷ്യൻ നിസ്കാരം തുടങ്ങിയാൽ എത്രയായിരിക്കുന്നറിയോ അതിന്റെ പ്രതിഫലം? അയാൾ നിസ്കാരം തുടങ്ങി പിറ്റേ നമ്മൾ മരിച്ചു പോയാൽ ഇയാൾ നിസ്കരിക്കുന്നിടത്തോളം കാലം പ്രതിഫലം മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. നാം മനസ്സിലാക്കണം. അത് ഓർക്കുകയാണ്. ഈ അടുത്ത് രാമനാട്ടുകാരക്കടുത്ത് ചേലേമ്പറയിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം നടത്തിയ ജീവിതത്തിൽ നടത്തിയ കുറെ ദഅവാ പ്രവർത്തനങ്ങൾ, വലിയൊരു പ്രഭാഷകരൊന്നും ആയിരുന്നില്ല അദ്ദേഹം നടത്തിയൊരു പ്രവർത്തനത്തിന്റെ ഫലം ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ആ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. ആ ചെറുപ്പക്കാരൻ മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിലാണ്. പക്ഷേ ഈ മനുഷ്യൻ ദൈവനിഷേധിയായി ജീവിക്കുകയാണ്, ദൈവനിഷേധിയായിട്ട്. എന്നിട്ട് അയാളെപ്പറ്റി പറഞ്ഞത്, കുടുംബത്തിൽ നിന്ന് കേട്ടത്, ആ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് ശ്വാസം പിടിച്ചിങ്ങനെ കുഞ്ഞ് അല്ലണ്ടെങ്കിൽ ഞാൻ അപ്പം മരിക്കട്ടെ. ആലോചിച്ചു, അല്ലണ്ടെ ഞാൻ അപ്പം മരിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ കിടക്കുക. ഉയരുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറും, അല്ലണ്ടെ ഞാൻ അപ്പം വീഴട്ടെ. അല്ലുണ്ടെങ്കിൽ അല്ലല്ല എന്നാണ്, ഉണ്ടെങ്കിൽ ഞാൻ അപ്പം വീഴട്ടെ. വീണോ? ഇല്ല, അപ്പല്ല. ഈ ചെറുപ്പക്കാരനെ ഇദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കഴിയുന്ന പോലെ പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി കുറെ വൈകിയാണ് സംസാരം അവസാനിപ്പിച്ചത്. മൂന്നാമത്തെ ദിവസം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മാഷെ ഞാൻ നാളെയും വരൂട്ടോ, നാളെയും ഞാൻ വരൂട്ടോ. മൂന്നാം ദിവസം അയാൾ ഇങ്ങോട്ട് വന്നു. പിന്നീട് അദ്ദേഹത്തെ കൂട്ടി നമ്മുടെ KNMന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഈ ചെറുപ്പക്കാരന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടർ അന്നിങ്ങനെ കിടക്കുന്ന സമയം, വല്ലാതെ ആരോഗ്യപരമായി കുറെ ക്ഷീണം അനുഭവിക്കുന്ന സമയമാണ്. ഇദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരന്റെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ സാഹിബ് അവിടെ കടന്നുകൊണ്ട് ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞു. വീണ്ടും വീണ്ടും വല്ലാത്ത ഒരു ആകാംക്ഷയോടെ ഈ ചെറുപ്പക്കാരൻ ചോദ്യങ്ങൾ ചോദിച്ചു. ഡോക്ടർ അതിനവിടെ കിടന്നുകൊണ്ട് ശാന്തമായി മറുപടി പറഞ്ഞു. അയാൾ തിരിച്ചു വരുന്നത് വല്ലാത്ത ആനന്ദത്തോടെയാണ്. ഞാൻ മാറി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ മിമ്പറുകളിൽ ഖുതുബ നിർവഹിക്കുന്ന ഒരു ഖത്തീബാണ്. അദ്ദേഹം കൂടുതൽ പഠിച്ചു, ഇപ്പൊ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. ആ നിലക്കുള്ള നമ്മുടെ ഖത്തീബാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ മനുഷ്യൻ മരിച്ചുപോയി, ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരിച്ചുപോയി, ഈ പറഞ്ഞ ആ ചേലേമ്പ്രയിലെ മാഷും മരിച്ചുപോയി. പക്ഷേ ഇദ്ദേഹം ഇപ്പോഴും പല സ്ഥലത്തും ക്ലാസുകളും ഖുതുബകളും നിർവഹിക്കുന്ന മനുഷ്യനാണ്. അതിന്റെ പ്രതിഫലം അയാൾക്ക് കൂടെ ലഭിക്കുകയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു പ്രവർത്തനം ആ രൂപത്തിലായാൽ അതിന്റെ മാറ്റം ചെറുതല്ല. ഓർക്കുക, KNMന്റെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ തലത്തിൽ നടക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പങ്കാളിയായാൽ, ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ, ഒരു മനുഷ്യന് സന്മാർഗം ലഭിക്കാൻ, ഒരു മനുഷ്യന് നന്മ അറിയിച്ചു കൊടുക്കാൻ നിമിത്തമായാൽ അതിന്റെ പ്രതിഫലം ഒരുപക്ഷെ നമ്മൾ മരിച്ചുപോയി, ഇയാളുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടായാൽ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു തആല നമുക്ക്